CPI സംസ്ഥാന കൗൺസിലിൽ LDF കൺവീനർ EP ജയരാജന് രൂക്ഷ വിമർശനം. ഇടതുമുന്നണി സ്ഥാനത്തിരിക്കാൻ EP ജയരാജൻ അർഹനല്ലെന്നും EP മാറ്റാൻ സമ്മർദ്ദം ചെലുത്താത്തത് നേതൃത്വത്തിന്റെ പിടിപ്പുകേടെന്നും വിമർശനം. മന്ത്രിമാർ എക്സിക്യൂട്ടീവിൽ നിന്ന് മാറി നിൽക്കണമെന്നും ആവശ്യം. CPI ജില്ലാ നേതൃയോഗങ്ങളിൽ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെയായിരുന്നു ഏറ്റവും കൂടുതൽ വിമർശനമെങ്കിൽ സംസ്ഥാന കൗൺസിലിലേക്ക് എത്തിയപ്പോൾ LDF കൺവീനർ EP ജയരാജനാണ് ഏറ്റവും അധികം വിമർശനമേൽക്കേണ്ടി വന്നത്. EP ജയരാജന്റെ BJP ബന്ധവിവാദം ഉയർത്തിയാണ് സംസ്ഥാന കൗൺസിൽ അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചത്. EP-യുടെ ബാന്ധവം ശരിയല്ലെന്നും കൺവീനർ പദവിയിലിരിക്കാൻ ജയരാജൻ യോഗ്യനല്ലെന്നും ഒരു വിഭാഗം നേതാക്കൾ പറഞ്ഞു. മുന്നണിയെ വഞ്ചിക്കുന്ന പ്രവർത്തനമാണ് EP-യുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്നും EP-യെ മാറ്റാൻ സമ്മർദ്ദം ചെലുത്താത്തത് നേതൃത്വത്തിന്റെ കഴിവുകേടാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. നവകേരള സദസ്സ് കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. സർക്കാരിന് കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ടുവെന്നും വിമർശനമുയർന്നു. മുഖ്യമന്ത്രിയുടെ ശൈലിമാറ്റം പ്രായോഗികമല്ലെന്നും മറ്റെന്തെങ്കിലും നടപടി വേണമെങ്കിൽ അത് CPM സ്വീകരിക്കട്ടെ എന്നും ചില നേതാക്കൾ വ്യക്തമാക്കി. അതേസമയം സംസ്ഥാന എക്സിക്യൂട്ടീവിൽ നിന്ന് മന്ത്രിമാർ മാറി നിൽക്കണമെന്നും പാർട്ടി പ്രവർത്തനവും ഭരണവും ഒന്നിച്ചു കൊണ്ടുപോകാനാകില്ലെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. അതിനിടെ തൃശൂർ മേയർ സ്ഥാനത്ത് നിന്ന് MK വർഗീസിനെ മാറ്റുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകണമെന്ന ആവശ്യം തൃശൂർ ജില്ലയിൽ നിന്നുള്ള നേതാക്കൾ മുന്നോട്ട് വെച്ചു. ഇത് സംബന്ധിച്ച് LDF-ന് കത്ത് നൽകണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. BJP സ്ഥാനാർത്ഥിയെ ജയിച്ചുവെന്ന സുരേഷ് ഗോപിയുമായുള്ള ചങ്ങാത്തം മുന്നണിക്ക് ദോഷം ചെയ്യുമെന്നും കൗൺസിൽ അംഗങ്ങൾ പറഞ്ഞു. LDF-നുള്ളിൽ CPI തിരുത്തൽ ശക്തിയാകണമെന്ന ആവശ്യം നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സംസ്ഥാന കൗൺസിൽ യോഗം ഇന്ന് സമാപിക്കും. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ചർച്ചകൾക്ക് മറുപടി പറയും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.